ഹലോ, ഇന്ന് എനിക്ക് എൻ്റെ കസ്റ്റമർ തന്നിട്ടുള്ളൊരു വർക്കായിരുന്നു. ഇത് ഒരു 3 പീസ് മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ ചുരിദാറിൻ്റെ ടോപ്പാണ് ഞാൻ ഈ വെട്ടാൻ വേണ്ടിയിട്ട് എടുത്ത് നിവർത്തിയിട്ടിരുന്നതാണ്. അപ്പോഴാണ് ഈ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പം ഞാൻ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. ഏതായാലും നമ്മൾ ഇങ്ങനത്തെ പീസുകളൊക്കെ വാങ്ങിക്കുമ്പോൾ അത് അവർ ഓൺലൈനായിട്ട് വാങ്ങിച്ച ഒരു മെറ്റീരിയലാണ്. അപ്പോൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ നമുക്ക് അത്യാവശ്യം ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇറക്കമൊക്കെ നമുക്ക് തികയുമോ എന്നുള്ളത് നോക്കിയിട്ടേ വാങ്ങിക്കാവുള്ളൂ. പിന്നെ നമ്മൾ കടയിലൊക്കെ ഡയറക്റ്റ് പോയി മേടിക്കുകയാണെങ്കിൽ നമ്മൾ ഒന്ന് നിവർത്തി വെച്ചിട്ടൊന്ന് നോക്കണം, നമുക്ക് ഹൈറ്റിന് തികയുമോ നമ്മുടെ ഇറക്കത്തിനൊക്കെ തികയുമോ എന്ന് ഒന്ന് ജസ്റ്റ് നോക്കിയിട്ടേ വാങ്ങിക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇനി എക്സ്ട്രാ ഇതിനകത്ത് ഇനി നമ്മളൊരു ലേസോ എന്തെങ്കിലും ആഡ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഇറക്കം കൂട്ടാൻ പറ്റത്തുള്ളൂ. അപ്പം പിന്നെയും നമ്മുടെ കയ്യിൽ നിന്ന് പൈസയാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നല്ല കൃത്യമായിട്ട് അത്യാവശ്യം ലെങ്ത്തൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മൾ വാങ്ങാവുള്ളൂ ഇങ്ങനത്തെ മെറ്റീരിയലുകളൊക്കെ വാങ്ങിക്കുമ്പോൾ. അതൊന്നും നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ നമ്മുടെ കസ്റ്റമറിന് ഏകദേശം ഇതിലിപ്പം ഞാൻ കാണിക്കുന്നുണ്ട്, ആ ഒരു ഹൈറ്റിൽ നമുക്ക് ലെങ്ത് തികയാതെ വന്നിട്ടുണ്ട്. ആ ഒരു സ്കെയിലിൻ്റെ അത്രയും നമുക്ക് ലെങ്ത് വേണം. ഒരു 3-4 ഇഞ്ച് വീതിയുള്ള ലേസ് നമുക്ക് എന്തായാലും അവിടെ വെച്ചെങ്കിൽ മാത്രമേ അത്ര ഇറക്കം നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ ഏച്ച് വെച്ച് ഇപ്പോൾ ഒരു പീസ് എടുത്ത് വെച്ച് തയ്ച്ചാലും അവിടെ അതൊരു ഭംഗിക്കുറവായിരിക്കും. അപ്പോൾ നമ്മളതൊക്കെ നോക്കിയിട്ട് നമ്മുടെ മെറ്റീരിയലുകളൊക്കെ വാങ്ങിക്കുക, നമ്മുടെ ഹൈറ്റിന് പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ട് വാങ്ങണം കേട്ടോ. ഇതാ ഇങ്ങനെയാണെങ്കിൽ ഇത്രയും ഹൈറ്റാണ് നമുക്ക് തികയാതെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും നിങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് ഞാൻ ഈ ഒരു വീഡിയോ മെയിനായിട്ട് എടുത്തത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ മോൻ ഇതുപോലെ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് അവനെ ഒന്ന് ഹാൻഡ് എംബ്രോയിഡറി പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. ആൾക്ക് 7 വയസ്സേ ഉള്ളൂ. പക്ഷേങ്കിൽ ഇങ്ങനെ തയ്ക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ പുറകെ നടന്നപ്പം അവനെടുത്ത് കൊടുത്താണ് എംബ്രോയിഡറിയുടെ ഒരു ഹൂപ്പും പിന്നെ അതിനകത്തൊരു തുണിയും ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്ത്. ആളിപ്പോൾ അതും കൊണ്ടിരുന്ന് ഭയങ്കര സ്റ്റിച്ചിങ്ങാണ്. ഇങ്ങനെ കാന്താവർക്ക് പോലെ ഞാൻ 1-2 സ്റ്റിച്ച് കാണിച്ചു കൊടുത്ത് ഇപ്പം തന്നെത്താനെ പുള്ളിക്കാരനിരുന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ച് സമയം അവരുടെ സ്ക്രീൻ ടൈം ഒന്ന് കുറഞ്ഞിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ കൊടുത്തതാണ്. അപ്പോൾ പുള്ളി അവിടെ നിന്ന് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അതെന്തോ ആയി വരും. അപ്പോൾ ആൾ ചെയ്ത വർക്ക് ഇതാണ്. നൂല് തീർന്നപ്പോൾ ആൾ വെച്ചിട്ട് പോയിട്ടുണ്ടേ.